ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൈലുൻ ലി കുല്ലി. അപ്പോൾ വൈലുല്ലി കുല്ലി, വൈലുല്ലി കുല്ലി. വൈലുൻ എന്നതിലെ തൻവീനിനെ ലി കുല്ലി എന്ന ലി ഇല്ല അതിലേക്ക് ചേർത്ത്. അപ്പോൾ ലുല്ലി എന്ന നിലക്ക വരാം കേട്ടോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം ഹുമസത്തിൻ ലുമസത്തിൻ. അപ്പോൾ ഹുമസത്തിൽ ലുമസ, തില്ലുമസ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, പലരും തെറ്റിക്കുന്നുണ്ട്. കുട്ടികൾ ഓതുമ്പോൾ ഹുമസത്തിൻ ഹുമസ എന്നൊക്കെ ഓതും, പലരും പല രീതിയിൽ ഓതാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, വൈലുല്ലി കുല്ലി ഹുമസ തില്ലുമസ, വൈലുല്ലി കുല്ലി ഹുമസ തില്ലുമസ. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് ലുമസ എന്ന് പറയുമ്പോൾ അവിടെ ഹ ആയിട്ട് നിർത്തണം. ഒന്ന് വൈലുൻ, മറ്റേത് ലീ, പിന്നെ കുല്ലി, പിന്നെ ഹുമസത്തിൻ, പിന്നെ ലുമസത്തിൻ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അടുത്ത ആയത്ത് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അവിടെ അല്ലദീ, അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങുകയാണല്ലോ, അപ്പോൾ ഫതഹായിട്ട് തന്നെ തുടങ്ങുക. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഇവിടെ മാലൻ വഅദ്ദദഹു എന്നല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, മാലൻ എന്നതിലെ ഫതഹ തൻവീനിനെ വാവിലേക്ക് ചേർക്കണം. അപ്പം മാലവ്വ അദ്ദദ, മാലവ്വ എന്ന നിലക്ക വരാം. അവിടെ ഇദാമും ബിഗുന്ന എന്ന് പറയും, തൻവീന് ശേഷം വാവ് വന്ന കാരണം. അദ്ദദഹു എന്ന് പറയുമ്പോൾ നമ്മൾ നിർത്തുമ്പോൾ മാലവ്വ അദ്ദദ, ദഹ് ആ ഹായിന് സുക്കൂനായിട്ട് വായിക്കുക. അപ്പോൾ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അല്ലദീ ഉണ്ട്, ജമഅ ഉണ്ട്, മാലനുണ്ട്, വാവ് വേറെ, അദ്ദദ വേറെ, ഹു വേറെ. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് കൂട്ടിയാണ് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. മൂന്നാമത്തെ ആയത് യഹ്സബു അന്ന മാലഹു അഖ്ലദ. അല്ല അഖ്ലദ, ദാഹ് ദഹ് ദഹ്. അപ്പോൾ ഹായിന് സുക്കൂനായിട്ട് നിർത്തുമ്പോൾ യഹ്സബു അന്ന മാലഹു അഖ്ലദ. യഹ്സബു, പിന്നെ അന്ന, മാലഹു, ഹു നീട്ടാനാണ് ഈ വാവ് കേട്ടോ. മാലഹു എന്നല്ല, മാലഹു എന്നാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വാവ് സഗീറ ഇട്ടേക്കണം. പിന്നെ ഇച്ചിരി കൂടി നീട്ടണം, കാരണം ശേഷം ഹംസ വന്നല്ലോ. അപ്പോൾ മാലഹു അഖ്ലദ. അവിടെ ചില കുട്ടികൾ മാലഹു വ അഖ്ലദ ഈ വാവ് എടുത്ത് ഓതും, അത് തെറ്റാണ്. ആ വാവ് ഇവിടെ നീട്ടാൻ വേണ്ടിയിട്ട വാവാണത്, അത് ശ്രദ്ധിക്കുക. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവിടെ ശ്രദ്ധിക്കുക. ഇനി കല്ലാ ലയുംബദന്ന ഫിൽ ഹുത്വമ. ഇവിടെ കല്ലാ, പിന്നെ ലയുംബദന്ന ഫിൽ ഹുത്വമ, ഹുത്വമത്തിന്നല്ല, അപ്പോൾ ഫിൽ ഹുത്വമ. ആ തായിനെ ഹ ആയിട്ട് മറിക്കണം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം ലയുംബദന്ന, ലയുൻ എന്നാണ്, യുൻ എന്നല്ല, യുൻബ. അവിടെ നൂനിന് സുക്കൂന്, സാക്കിന നൂനും ശേഷം ബാവും വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സുക്കൂനുള്ള നൂനിനെ മീമാക്കി മറിച്ചാണ് ഓതണം, മണിച്ച് ഓതണം. ലയുംബദന്ന, അല്ലാതെ ലയുൻ എന്ന് പറയൂല, ലയുംബദന്ന. അതാണ് അവിടെ മീം ഇട്ടേക്കണം. അത് നിയമം തജ്വീദിൽ ഇഖ്ലാബ് എന്ന നിയമമാണ്. തൻവീനിനോ സാക്കിന നൂനോ ശേഷം ബാവ് വന്ന അവിടെ ഇഖ്ലാബാണ്. അത് സൂചിപ്പിക്കാനാണ് ഈ ഇങ്ങനെ മീമിടുക കേട്ടോ. വമാ അദ്റാക മൽ ഹുത്വമ. വമാ അവിടെ നീട്ടണം, വമാ അദ്റാക മൽ ഹുത്വമ. അദ്റാക, അത് റോ അലിഫാണ് കേട്ടോ, ഈ ആയിൻ്റെ രൂപത്തിൽ എഴുതിയതാണ്. അവിടെ ശ്രദ്ധിക്കുക, മുസാഫി ശ്രദ്ധിക്കാണ്ട്. വമാ അദ്റാക മൽ ഹുത്വമ, ഹുത്വമ കണ്ടോ, തായിനെ ഹ ആയിട്ട് മറിച്ചു. നാറുല്ലാഹിൽ മൂഖദ, നാറുല്ലാഹിൽ മൂഖദ. ഇവിടെ ഈ നാറുല്ലാഹി എന്ന് എഴുതിയെടുത്ത് ഇവിടെ ഹായിന് കെസ്റാണ്. ഇവിടെ ഈ ടൈപ്പിൽ അങ്ങനെ വരുന്ന, അത് മായ്ച്ചിട്ടും അങ്ങനെ തന്നെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ മുസാഫിൽ നോക്കുക, നാറുല്ലാഹിൽ മൂഖദ, നാറുല്ലാഹിൽ മൂഖദ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തായിനെ ഹ ആയിട്ട് മറിച്ച് സുക്കൂൻ ചെയ്യും, നിർത്താണല്ലോ. അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ, അല്ലത്തി തത്വലിഉ,
തത്വലിഉ അലൽ അഫ്ഇദ അലൽ അഫ്ഇദ. ഇവിടെ അല്ലത്തി എന്ന് തന്നെ പറഞ്ഞു. ചില കുട്ടികളൊക്കെ അല്ലതി എന്നൊക്കെ ഓതിക്കളയും. അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ. അലൽ ആ എടുത്ത് പറഞ്ഞു. അലൽ അഫ്ഇദ ആയി പോകരുത്, അലൽ അഫ്ഇദ. ഇവിടെ സുക്കൂനൊക്കെ ശേഷം വരുന്ന ഹംസയൊക്കെ എന്താ എടുത്ത് പറയണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അലൽ അഫ്ഇദത്തി എന്നല്ലേ, അപ്പോൾ നിർത്തുമ്പോൾ അലൽ അഫ്ഇദ. ഇന്നഹ അലൈഹിം മുഅസ്വദ. ഇന്നഹ അലൈഹിം മുഅസ്വദ. അലൈഹിം അലൈഹിം മുഅസ്വദ. ഇവിടെ അലൈഹിം എന്നതിൽ സുക്കൂനുള്ള മീമിനെ ശേഷം വന്ന സുക്കൂനുള്ള ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ശദ്ദ ചെയ്ത് ഉച്ചരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ മീമില്ല, ഈ മീമിനെ ഇങ്ങോട്ട് ചേർത്ത്, അപ്പോൾ അവിടെ ശദ്ദ ചെയ്ത് മണിച്ചു ഓതണം. ഇന്നഹ അലൈഹിം മുഅസ്വദ. മുഅസ്വദ ഇത് ആണ് അല്ലേ, ഹംസാണ്. മുഅസ്വദ അവിടെ ദ മുഅസ്വദത്തൻ എന്നതാണ്. നമ്മൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ട് ഓതും. ഫി അമദിം മുമദ്ദദ. ഫി അമദിം മുമദ്ദദ. മുമദ്ദദ കണ്ട, ഫി അമദിം മുമദ്ദദ. ഇവിടെ അമദിൻ എന്നതിൽ കസ്ർ തൻവീനിനെ മീമിലേക്ക് ചേർത്ത് ശദ്ദ ചെയ്ത് മണിച്ചു ഓതാം. ഫി അമദിം മുമദ്ദദ. മുമദ്ദദ മുമദ്ദദത്തിൻ മുമദ്ദദ. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ തായിനെന്ത് ചെയ്യും, നമ്മൾ ഹ ആയിട്ട് മറിക്കും. ഹാ താ ആണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ പോലെ നല്ലപോലെ ഓതി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.